അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കിതാബുൽ അഖീദയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇഅ്തിഖാദിയായ കാര്യങ്ങളെക്കുറിച്ചാണ്, വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ ഹയാത്ത്, ഖുദ്റത്ത്, ഇൽമ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി ഇറാദത്താണ്. 30-ാം പേജിൻ്റെ ഏറ്റവും അടിയിലെ വരി മുതൽ അള്ളാഹുവിൻ്റെ ഇറാദത്ത് പറഞ്ഞാൽ ഉദ്ദേശിക്കൽ, അർത്ഥം അറിയുന്ന വിചാരിക്കണം. അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ് ഇറാദത്ത്. എല്ലാ കാര്യങ്ങളും അവൻ ഉദ്ദേശിച്ചത് മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമാണ്. വഅന്നഹു തആല മുരീദുൽ കായിനാത്തി, സൃഷ്ടികളെ അവൻ ഉദ്ദേശിക്കുന്നവനാണ്. മുദബ്ബിറുൽ ഹാദിസാത്തി, എല്ലാ സംഭവങ്ങളെയും നിയന്ത്രിക്കുന്നവനാണ്. അപ്പോൾ ഫലാ യജ്രി ഫിൽ മുൽക്കി വൽ മലക്കൂത്തി, ലോകത്ത് നടക്കുന്നില്ല. ഖലീൽ, കസീർ, സഗീർ, കബീർ, ഖൈർ, ഷർറ്, നഫ്അ്, ലർറ്, ഈമാൻ, കുഫർ ഒക്കെ അർത്ഥം അറിയുന്നു വിചാരിക്കണം. ചെറുതോ കുറഞ്ഞതോ കൂടിയതോ, ചെറുതോ വലുതോ, ഖൈറോ ഷർറോ, ഉപകാരമോ ഉപദ്രവമോ, ഈമാനോ കുഫറോ, അറിവോ അറിവില്ലായ്മയോ, വിജയം പരാജയം, കൂടൽ കുറയൽ, അള്ളാഹുവിനുള്ള ത്വാഅത്ത്, അവനുള്ള ഇസ്യാന്, കുഫർ, ഈമാൻ, എല്ലാ കാര്യങ്ങളും ഇതൊന്നും ഇല്ലാ ബി ഇറാദത്തിഹി വ ബി ഖളാഇഹി വ ഖദ്രിഹി വ ഹിക്മത്തിഹി വ മശിയത്തിഹി, അള്ളാഹുവിൻ്റെ ഖദർ ഖളാ ഇറാദത്ത് കൊണ്ട് മാത്രമാണ് എല്ലാ സംഗതികളും. അല്ലാതെ ലോകത്തൊന്നും നടക്കുന്നില്ല. ലാ യഖ്റുജു അൻ മശിയത്തിഹി ലഫ്തത്തു നാദിരിൻ, ഒരു നോക്കുന്നവൻ്റെ കണ്ണിമവട്ടൽ പോലും, നമ്മൾ കണ്ണിങ്ങനെ ചിമ്മി തുറക്കുന്നു, അതുപോലും അള്ളാഹുവിൻ്റെ മശിയത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല. മനസ്സിൽ തോന്നുന്ന ഒരു ചെറിയ തോന്നൽ, വലാ ഫൽതത്തു ഖാത്തിരിൻ, മനസ്സിൻ്റെ ഒരു ചെറിയ തോന്നൽ, അതൊന്നും അള്ളാഹുവിൻ്റെ ഇറാദത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല. വമാ ശാഅ കാൻ, അള്ളാഹു ഉദ്ദേശിച്ചതുണ്ടാകുന്നു. വമാ ലം യശഅ ലം യകുൻ, അല്ലാത്തൊന്നും ഉണ്ടാകുന്നില്ല. ഫഹുവൽ മുബ്ദിഉൽ മുഈദുൽ ഫഅാലു ലിമാ യുരീദ്, തുടങ്ങുന്നവൻ, മടക്കി പടക്കുന്നവൻ, എല്ലാം ഉദ്ദേശിച്ചതൊക്കെ ചെയ്യുന്നവൻ, എല്ലാം അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ ഇറാദത്ത് അത്ര സർവ്വവ്യാപിയാണ് എന്നർത്ഥം. അല്ലാതെ ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായ സംഗതിയല്ല അള്ളാഹുവിൻ്റെ ഇറാദത്ത്. എല്ലാം അവൻ്റെ ഇറാദത്തോടു കൂടി മാത്രമേ നടക്കുന്നുള്ളൂ. ലാ റാദ്ദ ലിഹുക്മിഹി വലാ മുഅഖ്ഖിബ ലിഖളാഇഹി, അള്ളാഹുവിൻ്റെ ഹുക്മിനെ തടയുന്നവൻ ആരുമില്ല, അള്ളാഹുവിൻ്റെ വിധിയെ എതിർക്കുന്നവൻ ആരുമില്ല. ഒരു വലാ മുഹരിബ ലി അബ്ദിൻ അൻ മഅസിയതിഹി ഇല്ലാ ബി തൗഫീഖിഹി വ റഹ്മതി, ഒരടിമക്ക് അള്ളാഹുവിന് മാസിയത്ത് ചെയ്യുന്നതിനെ തൊട്ട് ഓടിപ്പോകാൻ കഴിയില്ല അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ. ഒരടിമക്ക് മാസിയത്ത് ചെയ്യാതിരിക്കാൻ, മാസിയത്തിൽ നിന്ന് ഓടി ദൂരത്താവാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം, അവൻ്റെ റഹ്മത്ത് വേണം. അവൻ്റെ റഹ്മത്തും തൗഫീഖും ലഭിച്ചവർക്കാണ് മാസിയത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുന്നത്. ഇനി ത്വാഅത്ത് ചെയ്യണമെങ്കിലുള്ള ഖുവ്വത്തോ, അതും അള്ളാഹു തന്നെ. വലാ ഖുവ്വത്ത ലഹു അലാ ത്വാഅത്തിഹി ഇല്ലാ ബി മഹബ്ബത്തിഹി വ ഇറാദത്തിഹി, അള്ളാഹുവിൻ്റെ മഹബത്ത് ഇറാദത്തോടു കൂടി മാത്രമേ ത്വാഅത്തിൻ്റെ മേൽ ഖുവ്വത്തുള്ളൂ. നമ്മളിപ്പോൾ സാധാരണ ഭാഗം കൊടുക്കുമ്പം ഹയ്യാൽ സ്വലാ ഹയ്യാൽ ഫലാ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്നാണ്. നമുക്ക് നിസ്കാരത്തിലേക്ക് വരുമെന്നാണ് പള്ളിയിൽ നിന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാണ് നിസ്കാരത്തിലേക്ക് വരാൻ നമുക്ക് കഴിവില്ല, ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ നമുക്ക് അങ്ങോട്ട് വരാൻ കഴിവില്ല. നമുക്കിതൊരു വല്ലാത്ത സംസാരമാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് ഇറാദത്തിൻ്റെ മുമ്പിൽ മനുഷ്യരായ നാം പൂർണ്ണമായി വിധേയരാകുന്നു എന്നർത്ഥം. ആ വിധേയപ്പെടലാണ് ഈമാൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണത്. അതാണ് ലബിജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു വൽ മലായികത്തു വശയാത്തീൻ, എല്ലാവരും പാടെടുത്ത് വിചാരിച്ചു വെക്കുക. ലോകത്തെ മനുഷ്യന്മാരും ജിന്നുകളും മലക്കുകളും പിശാചുക്കളും ഒക്കെ ഉദ്ദേശിച്ചു അലാ അൻ യുഹർരികു ഫിൽ ആലമി ദർറത്തൻ, ലോകത്ത് ഒരു അണുവിനെ അളക്കാൻ ഉദ്ദേശിച്ചാൽ, ഔ യുസ്കിനുഹാ ദൂന ഇറാദത്തിഹി, അല്ലെങ്കിൽ ഒരു അണുവിനെ അടക്കാൻ ഉദ്ദേശിച്ചാൽ, അനങ്ങുന്ന ഒരു സാധനത്തിനെ നിർത്താൻ, ഒരു ചെറിയ കടുകുമണിയുടെ വലുപ്പമുള്ള ചെറിയൊരു സാധനം, അനങ്ങാത്ത ഒന്നിനെ അനക്കാൻ, അനങ്ങുന്ന ഒന്നിനെ അടക്കി നിർത്താൻ, ലോകത്തുള്ള സർവ്വ സാധനങ്ങളും ഉദ്ദേശിച്ചു വെക്കുക അള്ളാഹുവിൻ്റെ ഇറാദത്തും മശിയത്തുമില്ലാതെ. ദൂന ഇറാദത്തിഹി വ മശിയത്തി ലാ അജസു അൻഹു, അതിനെ തൊട്ട് അവരുടെ ശക്തരാവും സാധ്യമല്ല. ലോകത്ത് മുഴുവൻ ആളുകളും ഈ ഒരു ചെറിയ കടുകുമണിയെ ഒന്നിങ്ങോട്ട് നീക്കി വെക്കണമല്ലോ എന്ന് വിചാരിച്ചു. അള്ളാഹുവിൻ്റെ ഇറാദത്തില്ലെങ്കിൽ അതിന് സാധ്യമല്ല, അത് ഒരിക്കലും അസാധ്യമായ കാര്യമായിരിക്കും. അപ്പം അള്ളാഹുവിൻ്റെ ഇറാദത്ത് ഖായിമത്തുൻ ബിദാത്തിഹി ഫി ജുംലത്തി സിഫാത്തിഹി, അള്ളാഹുവിൻ്റെ സിഫാത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒന്നാണ് അവൻ്റെ ഇറാദത്ത്. അത് കാലാകാലവും അള്ളാഹു ആ ഇറാദത്തുള്ളവനാണ്. ലം യസൽ കദാലിക മൗസൂഫൻ ബിഹ, അള്ളാഹുവിൻ്റെ ഉണ്മക്കൊരു തുടക്കമില്ലെന്ന് നില പറഞ്ഞു. അന്ന് തന്നെ അവൻ മുരീദുമാണ്, ഇറാദത്തുള്ളവനാണ്. അല്ലാതെ മുമ്പേ ഉണ്ട്, പിന്നെ ഏതോ ഒരു സമയത്ത് ഇറാദത്തുണ്ടായി, അങ്ങനെയല്ല. അന്നേ അവൻ ഇറാദത്തുള്ളവനാണ്. പിന്നെ അന്നേ ഇറാദത്ത് എന്താണ്? അന്നേ വസ്തുക്കളില്ലല്ലോ. ഓരോ വസ്തുക്കളും ഉണ്ടാവണമെന്ന് അള്ളാഹ്ക്ക് അന്നേ ഇറാദത്തുണ്ട്, അവൻ ഉദ്ദേശിച്ച സമയത്തുണ്ടാവണമെന്ന്. മുരീദൻ ഫി അസലിഹി ലി വുജൂദിൽ അഷ്യാഇ ഫി ഔഖാത്തിഹി അല്ലതി ഖദ്ദറഹ, അള്ളാഹു കണക്കാക്കിയ ഒരു സമയത്ത് ഓരോ വസ്തുക്കളും ഉണ്ടാവണം എന്ന് അള്ളാഹു അസലിലെ കണക്കാക്കിയിട്ടുണ്ട്.
അപ്പം അള്ളാഹുത്താല അന്നേ മുരീദാന്ന് പറഞ്ഞാൽ അന്നേ വസ്തുക്കളില്ലല്ലോ. അള്ളാഹു ഏറ്റവും പണ്ടേ ഉള്ളവനാണ്, ലോകത്തിന് മുമ്പേ ഉള്ളവനാണ്, അന്ന് വസ്തുക്കളില്ല. അപ്പം അള്ളാഹു ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ സമയമടക്കം ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ട്, ഇന്ന സമയത്ത് ഇന്നതുണ്ടാവണം. നമ്മളൊക്കെ അള്ളാഹ് ഉദ്ദേശിച്ചൊരു സമയത്ത് നമ്മളുണ്ടായി, നമ്മുടെ നാട്ടിൽ സൗകര്യങ്ങളുണ്ടായി, നമ്മുടെ നാട്ടിൽ പുതിയൊരു റോഡുണ്ടായി. ആ റോഡ് ഇപ്പം ഉണ്ടായതാണ്. അത് അള്ളാഹു നേരത്തെ ഇറാദത്തുള്ളതാണ്. അത് ഇന്ന സമയത്തുണ്ടാവണം എന്നാണ് ഇറാദത്ത്. ആ സമയത്തതുണ്ടായി. ഇങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പം എല്ലാ കാര്യങ്ങളെയും അള്ളാഹു ഇങ്ങനെ നിയന്ത്രിച്ചു പോരുന്നു എന്നർത്ഥം. ഇനി അടുത്തത് അസ്സമഉ വൽ ബസർ. അള്ളാഹുവിൻ്റെ സമഉം ബസറും, കേൾവിയും കാഴ്ചയും. ഇതും ഒരു സിഫത്താണ്. അള്ളാഹു സമീഉൻ ബസീറുമാണ്. അവൻ എല്ലാം കാണുന്നു, കേൾക്കുന്നു. അള്ളാഹുവിൻ്റെ കേൾവിയെ തൊട്ട് ഒരു സംഗതിയും ഒഴിഞ്ഞു പോകുന്നില്ല. എത്ര നേരിയതാണെങ്കിലും, എത്ര ചെറിയ ശബ്ദമാണെങ്കിലും. ഇപ്പം നമുക്കൊരു ശബ്ദം കേൾക്കണമെങ്കിൽ ഇത്ര ഡെസിബൽ ഉണ്ടായി, അപ്പോൾ 5 ഡെസിബൽ ഉണ്ടായതേ നമ്മൾ കേൾക്കുള്ളൂ എന്നുണ്ടാവും. 5 20 എത്രയാണെന്ന് ഓർമ്മല്ല. ഏതായാലും നിശ്ചിത ഡെസിബൽ ശബ്ദം മാത്രമേ മനുഷ്യന് കേൾക്കാൻ കഴിയുള്ളൂ. 20 ഡെസിബലാണ്. 20 ഡെസിബലേ മനുഷ്യന് കേൾക്കാൻ കഴിയുള്ളൂ. നമുക്കൊരു കണക്കുണ്ട്, ഈ ഡെസിബലിൻ്റെ കണക്കുണ്ട്. എന്നാൽ എത്ര ഡെസിബലും ഫ്രീക്വൻസിയും കൂടുതലുള്ളതും താഴെയുള്ളതും അള്ളാഹുവിനെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവന് അങ്ങനത്തെ ഒരു കണക്കില്ല. അള്ളാഹുവിൻ്റെ കാഴ്ചയെ തൊട്ടൊന്നും മറിഞ്ഞു പോകുന്നില്ല. എത്ര നേരിയ സാധനമാണ്, എത്ര ലോലമായ സാധനമാണെങ്കിലും, എത്ര ചെറുതാണെങ്കിലും. അപ്പോൾ അവൻ്റെ സമഅനെ തൊട്ട്, അവൻ്റെ റുഅ്യത്തിനെ തൊട്ട് ഒന്നും തന്നെ മറിഞ്ഞു പോകുന്നില്ല. എന്നാൽ അള്ളാഹ്ക്ക് എന്തില്ല? കണ്ണും കൺപോളയും ചെവിയും ചെവിക്കുണ്ടുമൊന്നുമില്ല. അത് മനസ്സിലാക്കണം. അള്ളാഹ് കാണുന്നു, കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ, അപ്പം അള്ളാഹുവിൻ്റെ കാഴ്ച, അവൻ്റെ കേൾവി, അത് നമ്മൾ സാധാരണ കണ്ണുകൊണ്ട് കാണുന്നു, കേൾവി കൊണ്ട്, ചെവിട് കൊണ്ട് കേൾക്കുന്നു, അതല്ല അള്ളാഹുവിൻ്റേത്. അത് മനസ്സിലാക്കണം. അപ്പം നമ്മളെ സാധാരണ കണ്ണ്, കൺപോള, ചെവിക്കുറ്റി, ചെവിയുടെ ഓട്ട, ഇത്തരം സാധനങ്ങളൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളമല്ല. അള്ളാഹു ബത്തുഷുണ്ട്, പിടിക്കും, കയ്യില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കണം. മറ്റൊന്ന് കലാമാണ്. അടുത്തത് അൽ കലാമു. അള്ളാഹു തആല മുത്തക്കല്ലിമാണ്. അള്ളാഹു മുത്തക്കല്ലിമാണ്. അപ്പം അള്ളാഹു കൽപ്പിക്കുന്നു, വിരോധിക്കുന്നു, താക്കീത് ചെയ്യുന്നു, വാഗ്ദാനം ചെയ്യുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അസലിയായ കലാമാണ്. ആദ്യമേ ഉള്ള, പിന്നെ ഉണ്ടായതിന് തുടക്കമില്ലാത്ത, അള്ളാഹു ഉള്ള സമയത്ത് കലാമുമുണ്ട്. കലാമ് പിന്നെ ഉണ്ടാകുന്നതല്ല എന്നർത്ഥം. മാത്രമല്ല അള്ളാഹുവിൻ്റെ കലാമ് ഫലൈസ ബി സൗത്തിൻ യഹ്ദുസു, അത് പുതുതായി ഉണ്ടാകുന്നൊരു ശബ്ദമല്ല. പിന്നെ ബിനിൻസിലാലി ഹവായിൻ അവ ഇസ്തിഖാഖി അജ്റാമിൻ, അന്തരീക്ഷം പോയിട്ടിങ്ങനെ ഒരുത്തി തട്ടുന്ന, കാരണം അതാണല്ലോ ശബ്ദം എന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രപ്രകാരം. വായുവിൻ്റെ മർദ്ദം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഡയഫ്രത്തിൽ, ചെവിടിൻ്റെ ഉള്ളിലെ ഡയഫ്രത്തിൽ ഒന്ന് തട്ടുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. ആ രീതിയിലല്ല അള്ളാഹുവിൻ്റെ സംസാരം എന്ന് പറയുന്നത്. ഹർഫുകളില്ല, ശബ്ദങ്ങളില്ല, ഈ രീതിയിൽ. വാനൽ ഖുർആന വ തൗറാത്ത വൽ ഇൻജീല വ സബൂർ. ഖുർആൻ, തൗറാത്ത്, ഇൻജീൽ, സബൂർ ഒക്കെ കലാമുഹു വ കുതുബുഹുൽ അൽ മുനസ്സല അലാ റസൂലിഹി. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കലാമാണ്. മുർസലീങ്ങൾ മേൽ ഇറക്കപ്പെട്ട അള്ളാഹുവിൻ്റെ കിതാബുകളാണ് ഇത് നാലും. കലാമിനെ കുറിച്ച് പറയുമ്പോൾ ആ ഭാഗവും കൂടി വരണം. ഖുർആൻ മഖ്റൂഉൻ ബിൽ അൽസിന. ഖുർആനോ അത് നാവ് കൊണ്ട് ഓതാൻ കഴിയും, മുസാഫുകളിൽ എഴുതി വെക്കപ്പെട്ടതാണ്, മഷി കൊണ്ട് എഴുതാൻ കഴിയും, പേന കൊണ്ട് എഴുതാൻ കഴിയും, ഖൽബിൽ കാണാതെ പഠിക്കാൻ കഴിയും. എന്നാൽ അത് ഖദീമാണ്, അള്ളാഹുവിൻ്റെ ദാത്തിൽ നിൽക്കുന്നതാണ്. അപ്പം അള്ളാഹുവിൻ്റെ കലാമിന് ഹർഫില്ല, ശബ്ദമില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ഈ കലാമിനെ നമ്മൾ നഫ്സിയായ കലാമ്, ഹർഫിയായ കലാമ്, ഇങ്ങനെ രണ്ടെണ്ണാക്കി ഓരി വെക്കും. നമ്മൾ ഖുർആനിൽ കാണുന്ന കലാമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നഫ്സിലുള്ള കലാം. മനസ്സിലുള്ള കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മനസ്സ് എന്നുള്ളത് പറയാൻ പറ്റില്ല, വേറെ കാര്യം. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണം. ആ കലാമാണ് ഈ ശബ്ദമില്ലാത്ത, ഹർഫില്ലാത്ത കലാം എന്ന് പറയുന്നത്. അതിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഖുർആൻ എന്ന് പറയുന്ന കലാം. ഖുർആൻ മാത്രമല്ല, തൗറാത്ത്, ഇൻജീൽ, സബൂർ ഒക്കെ ആ നിലക്കാണ് മനസ്സിലാക്കണം. അപ്പോൾ ഖുർആൻ നമുക്ക് ഓതാനുണ്ട്, ഹർഫോടെ ഓതാനുണ്ട്, എഴുതാൻ കഴിയൊക്കെ കഴിയും. എന്നിരിക്കെ തന്നെ അള്ളാഹുവിൻ്റെ കലാമാണ്. അത് കലാമല്ല എന്ന് നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ മനസ്സിലാക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കലാമിനെ കേട്ടിട്ടുണ്ട്. ബിഗൈരി സൗത്തിൻ വല ഹർഫിൻ. അത് ശബ്ദമില്ലാതെയും അക്ഷരങ്ങളില്ലാതെയുമാണ്. അതിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല, നമ്മൾ കേട്ടിട്ടില്ല. സ്വർഗത്തിൽ വെച്ച് നമുക്കത് കേൾക്കാനും മറ്റൊക്കെ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അത്രേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ശബ്ദമില്ലാതെ കേൾക്കുക, അക്ഷരമില്ലാതെ കേൾക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതിപ്പം മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ്. അത് നമ്മുടെ പരിമിതിയാണ്, അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നത്. പിന്നെ അപ്പം ശബ്ദം നമ്മൾ കേൾക്കും. കമാറൽ അബ്റാറു ദാത്തഹു തആല, അള്ളാഹുവിൻ്റെ ദാത്തിനെ നല്ല മനുഷ്യന്മാർ കാണുന്നത് പോലെ, മിൻ ഗൈരി ജൗഹരിൻ വല അർളിൻ, ജൗഹറും അർളും ഇല്ലാതെ. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു എന്താണ് പറയുക, ഒരു സത്തയില്ലാതെ, സത്തയുണ്ട് മറിച്ച് ഒരു സ്ഥൂല വസ്തുവില്ലാതെ, ഒരു തടിയില്ലാതെ, അർളില്ലാതെ അള്ളാഹുവിനെ കാണുന്നു.
അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കണ്ടു മിറാജിൻ്റെ രാത്രിയിൽ. അതെങ്ങനെ? രൂപമില്ലാതെ കണ്ടു, ഒരു ദിശയിലല്ലാതെ കണ്ടു, ഒരു മക്കാനില്ലാതെ കണ്ടു. എങ്ങനെയാ നമുക്കറിയില്ല, കണ്ടവരോട് ചോദിച്ചാലേ അറിയുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫാത്ത് പറയുമ്പോൾ അള്ളാഹു തആല ഹയ്യൻ ആലിമൻ ഖാദിറൻ മുരീദൻ സമീഅൻ ബസീറൻ മുതകല്ലിമൻ ഒക്കെയാണ്. ബിൽ ഹയാത്ത് ഇൽമ്, ഹയാത്ത്, ഖുദ്റത്ത്, ഇറാത്ത്, സമ, ബസർ, കലാം, ഇതൊക്കെയുള്ള മുതകല്ലിമും ബസീറും സമീഉം ഖാദിറും ആലിമും ഹയ്യും ഒക്കെയായ ആളാണ് അള്ളാഹു തആല എന്നർത്ഥം. ഇങ്ങനെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത്. ഈ സിഫാത്തുകൾ നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്ന് പഠിച്ചതാണ്. അഖീദയുടെ കിതാബ് നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കൂടുതൽ വിശാലമാക്കി സംസാരിക്കാത്തത്. മറ്റത് ഇനി അടുത്തത് അൽ അഫ്ആലു, പ്രവർത്തനങ്ങൾ. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ. വഅന്നഹു ലാ മൗജൂദ സിവാഹു, അള്ളാഹു അല്ലാത്തൊരു മൗജൂദുമില്ല. ഇല്ലാഹു ഹാദിസു ബിഫഇലിഹി വഫാദു മിൻ അദ്ലിഹി, അള്ളാഹുവിൻ്റെ പ്രവർത്തനം കാരണം ഉണ്ടായതാണ് എല്ലാം. അള്ളാഹു അല്ലാത്ത എല്ലാ സാധനങ്ങളും, എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ, അഹ്സനുൽ വുജൂഹിൽ, അക്മലായ രീതിയിൽ അത് പുറത്തു വന്നു. അള്ളാഹു വസ്തുക്കളെ സൃഷ്ടിച്ചത് ഏറ്റവും മനോഹരമായ രീതിയിലാണ്. ലോകത്ത് സൃഷ്ടിവൈഭവങ്ങൾ ഏറ്റവും വലിയ അത്ഭുതമാണ്. ആ അത്ഭുതങ്ങൾ അവൻ്റെ പ്ലാനാണ്. നമുക്കറിയാം, നമുക്ക് ഒരു ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സാധ്യതയുള്ള തൊഴിൽ, പ്രൊഫഷണൽ മേഖലയാണ്. നമുക്കൊരു വീടുണ്ടാക്കണമെങ്കിൽ ഒരു പ്ലാൻ വരക്കണം. എന്തൊരു സംഗതിക്ക് ഒരു പ്ലാൻ വേണം. ആലോചിച്ച് നോക്കൂ, ഈ ലോകത്തിൻ്റെ പ്ലാൻ ആരാ വരച്ചത്? നമ്മൾ കാണുന്ന ഓരോ പുഷ്പങ്ങൾ, ഓരോ ചെടികൾ, ഓരോരോ പക്ഷികൾ, ഇതൊക്കെ മനോഹരമാണ്. ലോകത്ത് എത്ര മനോഹരമായ പ്രകൃതി. ഇതാരാണ് ഇതിൻ്റെ പ്ലാൻ വരച്ചത്? ഇതൊക്കെ പ്ലാൻ വരക്കാതെ ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ ഏറ്റവും മനോഹരമായ രീതിയിൽ സൃഷ്ടിച്ച ഇത് അള്ളാഹുവിൻ്റെ പ്രവർത്തനമാണ്. വഅന്നഹു ഹക്കീമുൻ ഫീ അഫ്ആലിഹി ആദിലുൻ ഫീ ഖളിയതിഹി, തൻ്റെ പ്രവർത്തനത്തിൽ വലിയ തത്വമുള്ളവനാണ്, വിധിയിൽ നീതിയുള്ളവനാണ്. അള്ളാഹുവിൻ്റെ നീതിയെ ഒരിക്കലും തുലനം ചെയ്യാൻ സാധ്യമല്ല. ബിഅദിലിൽ ഇബാദി, അടിമകളുടെ നീതിയോട് തുലനം ചെയ്യാൻ കഴിയില്ല. കാരണം അടിമയിൽ നിന്ന് ളുൽമുണ്ടാവും. ബി തസറുഫിഹി ഫീ മിൽക്കി ഗൈരിഹി, മറ്റൊരുത്തൻ്റെ അധികാരത്തിൽ പോയിട്ട് വല്ലതും ചെയ്താൽ ളുൽമാവും. എന്നാൽ അള്ളാഹുവിൽ നിന്ന് ളുൽമ് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ളുൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരുത്തൻ്റെ സ്ഥലത്ത് പോയിട്ട് അതിക്രമം കാണിക്കലാണ്. തൻ്റേതിൽ എന്ത് ചെയ്യുന്നതും ളുൽമല്ലല്ലോ. ഒരാൾ തൻ്റെ മുതൽ എന്തെങ്കിലുമൊക്കെ അവിടെ കാട്ടിക്കൂട്ടിയാണ്. അപ്പോൾ നിങ്ങൾ ളുൽമ് പറയാൻ പറ്റുമോ? അപ്പം മറ്റൊരുത്തൻ്റെ അധികാരത്തിൽ കയറി എന്തെങ്കിലും ചെയ്താൽ ളുൽമ്. അള്ളാഹുവിൻ്റെ അധികാരമല്ലേ എല്ലാം. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ളുൽമ എന്ന ഒന്നില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അല്ലാത്ത ജിന്ന്, ഇൻസ്, ശൈത്താന്, മലക്ക്, ആകാശം, ഭൂമി, ഹയവ, ജീവികൾ, സസ്യങ്ങൾ, നിർജീവ വസ്തുക്കൾ എല്ലാം അള്ളാഹുവിൻ്റെ ഖുദ്റത്തോടു കൂടി അവൻ ഉണ്ടാക്കിയ വസ്തുക്കളാണ്. അല്ലാത്ത ഒന്നും എവിടെയില്ല. ഇതാണ് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ ഇത് കാന ഫിൽ അസലി മൗജൂദൻ വഹദഹു, അസലിൽ ഏറ്റവും പണ്ടേ അള്ളാഹു ഒറ്റക്കുള്ള സമയത്ത്, അന്ന് വേറെ ആരുമില്ല. നമ്മൾ 32 പേജിൻ്റെ നടുവിലെത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇത് കാന ഫിൽ അസലി മൗജൂദൻ വഹദഹു, ഏറ്റവും അസലിൽ അള്ളാഹു ഒറ്റക്കുണ്ടാവുമ്പോൾ, അന്ന് വേറെ ആരുമില്ലല്ലോ. അള്ളാഹുള്ളൊരു സമയം എന്ന് പറയാൻ പറ്റില്ല. അന്ന് സമയം ഉണ്ടാവില്ല. ലോകത്തെ ഒന്നും പടച്ചിട്ടില്ല ആ സമയത്ത്. എന്നിട്ട് അവൻ ഫാഹിദൽ ഖൽഖ, അവൻ ഈ സൃഷ്ടികളെ ഉണ്ടാക്കി. ഇൽഹാറൽ ഖുദ്റത്തിഹി വ തഹ്ഖീഖൻ ലിമാ സബഖ മിൻ ഇറാദത്തിഹി, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ വെളിവാക്കാൻ, അവൻ്റെ ഏറ്റവും മുമ്പേ ഉള്ള ഇറാദത്തിൻ്റെ സാക്ഷാത്കാരവുമായിട്ട്. അപ്പം എന്തിനാ അള്ളാഹു ലോകത്തെ പഠിച്ച്? ഓൻ്റെ ഖുദ്റത്തെ വെളിവാക്കാൻ തന്നെ. അള്ളാഹു ഒറ്റക്ക് ഇങ്ങനെ എന്നിട്ട് ആരാതൊക്കെ അറിയണത്? ആരും അറിയാമല്ലോ. അപ്പോൾ അള്ളാഹു തന്നെ അറിയപ്പെടാൻ ആഗ്രഹിച്ചു. അവൻ ലോകത്തെ പടച്ചു, മനുഷ്യന്മാരെ പടച്ചു, എല്ലാ സംഗതിയെയും പടച്ചു. അല്ലാതെ അള്ളാഹ്ക്കൊന്നും ആവശ്യമുണ്ടായിട്ടില്ല. അള്ളാഹ്ത്തിനതൊക്കെ ലോകത്തിനെ പഠിച്ചിട്ടില്ലെങ്കിൽ ആരാ ചോദ്യം ചെയ്യാനുള്ളത്? ലോകത്തിൽ തന്നെ ഒന്നും പഠിച്ചില്ല, എന്നാൽ അപ്പം എന്താ അവിടെ? പക്ഷേ ഇത് അവൻ പടച്ചു, ആരും ചോദ്യം ചെയ്യാനൊന്നുമില്ല. അവന് നിർബന്ധമുണ്ടായതുകൊണ്ടല്ല, ലോകത്തിലേക്ക് അവൻ ആവശ്യമുണ്ടായതുകൊണ്ടല്ല. അപ്പോൾ ഒരു വുജൂബും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരാൾക്ക് ഇന്നാമ ചെയ്യലും ഇസ്ലാഹ് ചെയ്യലും അതൊന്നും അള്ളാഹ്ക്ക് ഒരു നിലക്കുള്ള ലുസൂമുമില്ല. ഇനി വന്നഹു ലൗ സബ്ബ അലൈഹിമൽ അദാബ സബ്ബൻ ലക്കാന മിൻഹു അദിലൻ, അള്ളാഹു എല്ലാവരുടെ മേലിലും ശിക്ഷ മാത്രം അങ്ങോട്ട് ഇറക്കി, വെറും അദാബ് മാത്രം. അതും നീതിയാണ്. കാരണം എന്താ പറയുക, അവൻ്റെ സൃഷ്ടിയാണ്, അവനെന്തും ചെയ്യാലോ. ആരാപ്പോൾ ചോദ്യം ചെയ്യാനുള്ളത്? ഇങ്ങനെ മനസ്സിലാക്കണം. എന്നാൽ അള്ളാഹു കൂലി കൊടുക്കും. അന്നഹു യുസീബു ഇബാദഹു അല ത്വാഅത്തിന് അള്ളാഹു കൂലി കൊടുക്കും. കറമൻ, അള്ളാഹുവിൻ്റെ ഔദാര്യം നിലക്ക് കൂലി കൊടുക്കും. അല്ലാതെ ലാബിൽ ഇസ്തിഹ്ഖാഖി വല്ലുസൂം, അള്ളാഹ്ക്ക് നിർബന്ധമുണ്ടായിട്ടല്ല. വിശ്വാസകാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അങ്ങനെ മനസ്സിലാക്കണം. ഒരിക്കലും അള്ളാഹു പ്രതിഫലം നൽകുക എന്ന് പറയുന്നത് അവൻ്റെ ബാധ്യതയൊന്നുമല്ല. എന്തിനാ അള്ളാഹ് നമുക്ക് പ്രതിഫലം നൽകണത്? അവൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നമ്മളെപ്പോഴും നന്ദി അർപ്പിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ അങ്ങനെ എന്താപ്പോൾ നമ്മൾ ചെയ്യണം? 5 വക്ത് നിസ്കാരം ആർക്കോ വേണ്ടി നിസ്കരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടാവും പറയാൻ. ഇതിലപ്പുറം എന്താ ഉള്ളത്? ഇതിനൊക്കെ എന്ത് കൂലിയ തരാനുള്ളത്?
നമ്മളിപ്പോൾ ഇന്ന് നേരം വെളുത്ത് ഇതുവരെ ശ്വസിച്ചു, എല്ലാ ദിവസവും ശ്വസിക്കുന്നു, ഇന്നലെ രാത്രി കിടന്നുറങ്ങി രാവിലെ എണീച്ചു, ഈ അനുഗ്രഹം തന്നെ എത്ര വലുതാ? അതിന് മതിയാവും ഇപ്പോൾ നമ്മളെ നിസ്കാരമൊക്കെ? ഒരിക്കലും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ സദാ നമ്മളിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള നന്ദി പോലും ആകുന്നില്ല നമ്മുടെ ഇബാദത്ത്. നാം ജീവിതാവസാനം വരെ ഒരു സമയം പോലും നഷ്ടപ്പെടുത്താതെ അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ മാത്രം ഇരുന്ന് സങ്കല്പിക്കുക. എന്നാൽ തന്നെ അവൻ ചെയ്തു തന്ന അനുഗ്രഹത്തിൻ്റെ നന്ദിയാകുന്നില്ല. പിന്നെ ഇവിടുന്ന് കൂലി. അപ്പോൾ ഒരിക്കലും നമ്മുടെ ആരാധനകൾ കൂലിക്ക് അർഹമൊന്നുമല്ല. പക്ഷേ അള്ളാഹ് നാലും കൂലി തരും. അതാണ് അവൻ്റെ മാന്യത. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഔദാര്യം. അവൻ മാന്യനാണ്, കരീമാണ് എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ അള്ളാഹുവിന് നിർബന്ധമായതുകൊണ്ടോ നമുക്കത് കിട്ടൽ ബാധ്യതയുണ്ടായതുകൊണ്ടോ അല്ല, നമുക്ക് അവകാശമുണ്ടായതുകൊണ്ടോ അല്ല. കൂലി തരേണ്ട അള്ളാഹ്ക്ക് ബാധ്യതയല്ല, നമുക്കേറ്റ അവകാശമില്ല. മറിച്ചാവ് തരുന്നു. അത് അവൻ്റെ കറമ്, അവൻ്റെ മാന്യത. വഅന്നഹു വജബ ഹഖ്ഖുഹു ഫി ത്വാഅത്തി ബിഇജാബിഹി അലാ ലിസാനി അംബിയാഇഹി ലാ ബിമുജറദിൽ അഖൽ. അള്ളാഹ്ക്ക് ത്വാഅത്ത് ചെയ്യൽ നമുക്ക് നിർബന്ധമായത് അള്ളാഹ് നിർബന്ധമാക്കിയത് കൊണ്ടാണ്. അമ്പിയാക്കളെ നാവിലൂടെയാണ് നമ്മളത് അറിഞ്ഞത്, അല്ലാതെ കേവലം അഖലിൻ്റെ നിയമമല്ല. അത് മനസ്സിലാക്കണം. അള്ളാഹ്ക്ക് വഴിപ്പെടൽ നിർബന്ധമാകുന്നു, അത് അഖലിൻ്റെ നിയമമല്ല. നമ്മളെ ബുദ്ധി പറഞ്ഞതല്ല, യുക്തി പറഞ്ഞതല്ല. യുക്തി പ്രകാരമല്ല നമ്മുടെ നിയമങ്ങൾ സ്ഥിരപ്പെടുന്നത്, അമ്പിയാക്കൾ പറഞ്ഞു തന്നതുകൊണ്ടാണ്. അതിനു വേണ്ടിയാണ് അമ്പിയ മുർസലീങ്ങളെ അള്ളാഹു പറഞ്ഞയച്ചത്. അപ്പോൾ മുർസലീങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞു, അള്ളാഹുവിനെ അറിഞ്ഞു, ആ അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞു, അപ്പോൾ നമ്മൾ ആരാധിക്കുന്നു. യുക്തി കൊണ്ട് അത് പക്ഷേ മനസ്സിലാക്കാതിരിക്കാം, അത് വേറെ കാര്യം. യുക്തി കൊണ്ടല്ല അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അമ്പിയാക്കന്മാരയച്ചു, അവർ എത്തിച്ചു തന്നു. ആ കാര്യം തന്നെ വാജബാന ഖൽഖി തസ്ദീഖുഹും ഫീമാ ജാഉ ബിഹി. അപ്പം അമ്പിയാക്കൾ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നിർബന്ധമുള്ള കാര്യമായി. ഇങ്ങനെയാണ് ആ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഇനി മാനൽ കലിമത്ത് സാനിയ, രണ്ടാം കലിമത്തിൻ്റെ മാന എന്ന് പറഞ്ഞാൽ ഒന്നാം കലിമത്ത് അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിൻ്റെ കലിമത്തിലെ ഒന്നാം ഭാഗമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. ആ ഭാഗമാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത്. ഇനി രണ്ടാം ഭാഗം അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്നതാണ്. ആ ഭാഗം അല്പവും കൂടി നമുക്ക് എടുത്തുകൊണ്ട് അവസാനിപ്പിക്കുക. അതായത് എല്ലാ ദിവസവും കുറഞ്ഞ സമയം ക്ലാസ് എടുക്കാറുള്ളൂ, 100% സമയം ആയിക്കോട്ടെ. മാനൽ കലിമത്ത് സാനിയ, അതായത് രണ്ടാമത്തത് വഹിയ ഷഹാദത്തുൽ റസൂൽ സ്വല്ലല്ലാഹു വസല്ലമു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കുക. അല്ലാഹു തആല റസൂലിനെ അയച്ചു. ഏത് റസൂൽ? അന്നബിയ്യൽ ഉമ്മിയൽ ഹാദിയൽ ഖുറശിയ്യ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മിയായ ഹാദിയും ഖുറശിയുമായ നബി. ബിരിസാലത്തിഹി ഇലാ കാഫത്തിൽ അറബി വൽ അജം വൽ ജിന്നി വൽ ഇൻസ്, മുഴുവൻ അറബികളിലേക്കും മുഴുവൻ അനറബികളിലേക്കും ജിന്നിലേക്കും ഇൻസിലേക്കുമൊക്കെ എല്ലാവരിലേക്കും നിയോഗിക്കപ്പെട്ട റസൂലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാഹു നിയോഗിച്ചു. ഫനസഖ ബിശറൈഹി അശറായ, എല്ലാ ശരീഅത്തുകളെയും ആ ശരീഅത്ത് നസ്ഖ് ചെയ്തു, മായ്ച്ചു കളഞ്ഞു, ദുർബലപ്പെടുത്തി. ഇല്ലാമാ ഖററ വഫല്ലഹു അലാ സായിർ അംബിയായി, മറ്റമ്പിയാക്കളെക്കാൾ നബിതങ്ങളെ അള്ളാഹു ശ്രേഷ്ഠമാക്കി. സയ്യിദുൽ ബഷറാക്കി നബിതങ്ങളെ, ജനങ്ങളെ മനുഷ്യകുലത്തിൻ്റെ നേതാവാക്കി, മനുഷ്യരുടെ നേതാവാക്കി. അപ്പം മുൻകഴിഞ്ഞ എല്ലാ ശരീഅത്തുകളും ദുർബലപ്പെടുത്തപ്പെട്ടു. ചെറിയ നിയമങ്ങൾക്ക് ദുർബലപ്പെടുത്താത്തതുണ്ട്, അതാ ഇല്ലാമാ ഖററ, ചിലതൊക്കെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. നബിതങ്ങളെ ഏറ്റവും ശ്രേഷ്ഠവാനാക്കി വെച്ചു. അഫ്ദലുൽ ഖൽഖ്, ഒരു നിരുപാധികം പറയാനുള്ളത് അള്ളാഹു ഖാലിഖാണ്. അത് കഴിഞ്ഞാൽ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠവാനായ ആൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മാത്രമല്ല അള്ളാഹു എന്ത് ചെയ്തു? വമനഅ കമാലൽ ഈമാനി ബിശഹാദത്തി തൗഹീദ്, തൗഹീദിൻ്റെ ഷഹാദത്ത് കൊണ്ട് മാത്രം ഈമാൻ്റെ കമാലിനെ തടഞ്ഞു. നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഒരുവനാണ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് വിശ്വസിച്ചാൽ പോലും തൗഹീദാകുന്നില്ല. നോക്കൂ, തൗഹീദാകണമെങ്കിൽ കൂടെ മുഹമ്മദ് റസൂലുള്ളാഹും കൂടി വേണേ. എന്താ സംഭവം? അള്ളാഹു ഒരുവനാണെന്ന് പറഞ്ഞാൽ പോലും തൗഹീദ് പൂർണ്ണമാകുന്നില്ല. തൗഹീദ് പൂർണ്ണമാവേണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കണം എന്ന തലത്തിലേക്ക് അള്ളാഹു നിശ്ചയിച്ചു വെച്ചു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് പോലും ഈമാൻ പൂർണ്ണമാകുന്നില്ല. മാലം യഖ്തരിൻ ബിഹാ ഷഹാദത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് കൂടാതെ അള്ളാഹു അങ്ങനെ അതിനെ നിശ്ചയിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പവർ എത്രത്തോളം നമ്മൾ ആലോചിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു എങ്ങനെ കാണുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പം അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ വെറും അള്ളാഹുൽ വിശ്വസിക്കുക എന്നുള്ളതല്ല. റസൂലിലുള്ള വിശ്വാസം ഉണ്ടാകുമ്പോഴേ അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടാകുന്നുള്ളൂ. കേവലം അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചാൽ അത് അള്ളാഹുവിലുള്ള വിശ്വാസമാകുന്നില്ല എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അൽസമൽ ഖൽഖ, നമ്മൾ 33-ാം പേജിലെത്തി. അൽസമൽ ഖൽഖ, സൃഷ്ടികളെ അള്ളാഹു നിർബന്ധിപ്പിച്ചു. തസ്ദീഖഹു ഫി ജമീഅ മാ അഖ്ബറ അൻഹു മിന ദുനിയ വൽ ആഖിറ, ദുന്യവിയും മുഖ്റവിയുമായ കാര്യത്തിൽ
ആ റസൂൽ എന്തൊക്കെ അള്ളാഹിനെ തൊട്ട് പറഞ്ഞു എന്നോ അതൊക്കെ വിശ്വസിക്കണം എന്നതും അള്ളാഹു നിർബന്ധമാക്കി. ഈ നിലക്കാണ് അള്ളാഹു ഈ ഇതിനൊക്കെ സംവിധാനിച്ചു വച്ചിട്ടുള്ളത്. അതുപോലെ അന്നഹു ലാ യഖ്ബലു ഈമാനു അബ്ദിൻ, ഒരു അടിമയുടെ ഈമാൻ വിശ്വസിക്കപ്പെടുകയില്ല. അപ്പം കേവലം അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചു അതുകൊണ്ട് മാത്രം ഈമാനാവില്ല, മുഹമ്മദ് നബിയെ വിശ്വസിക്കണം. ഇനി അതും പോരാ. ഹത്താ യുഅ്മിന ബിമാ അഖ്ബറ അൻഹു ബഅദൽ മൗത്ത്, മരണത്തിൻ്റെ ശേഷം നടക്കാൻ പോകുന്ന കാര്യവിധങ്ങൾ പലതും പറഞ്ഞു തന്നു, അത് വിശ്വസിക്കണം. അപ്പോഴേ അള്ളാഹുലുള്ള വിശ്വാസമാവുന്നുള്ളൂ. നമ്മൾ അള്ളാഹുലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരുവനാണെന്ന് വിശ്വസിച്ചു, അവൻ ഏകനാണ്, അവനല്ലാതെ ഇലാഹില്ല, പോരാ. അതുകൊണ്ട് അള്ളാഹുള്ള വിശ്വാസമാവില്ല. നമ്മൾ ഈമാൻകാർ 6 പഠിച്ചിട്ടുണ്ട്. ഈ 6 കൂടി വിശ്വസിക്കുമ്പോഴേ അള്ളാഹുലുള്ള വിശ്വാസമാകുന്നുള്ളൂ. ഇങ്ങനെയാണ് അള്ളാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. മരണത്തിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾ ഒന്നേതാണ് സുആലു മുങ്കരി നക്കീർ, മുങ്കർ നക്കീറിൻ്റെ ചോദ്യം. ആരാ മുങ്കറും നക്കീറും? കണ്ടാൽ പേടിക്കുന്ന 2 ആളുകൾ, ഷഖ്സാനി മഹീബാനി ഹായിരാനി, കണ്ടാൽ തന്നെ പേടിക്കുന്ന 2 ആളുകൾ. ഈ 2 ആളുകൾ യുഖൈദാനിൽ അബ്ദ ഫി ഖബ്രിഹി സവിയൻ, ഖബറിൽ എന്ത് ചെയ്യും? ഈ അടിമയെ നേരം കെട്ടി ഇരുത്തും, ശരിയായിട്ട് കെട്ടി ഇരുത്തും. റൂഹും ജസദും ഒക്കെ ജീവനും ഉണ്ടാവും, ഈ ശരീരം ഉണ്ടാവും. മറവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ള പരിപാടി അതാണ്. നമ്മൾ ഖബർ അപ്പം തന്നെ മാന്തിയൊക്കെയത് കാണുന്നില്ല, വേറെ കാര്യം. എന്നിട്ട് അവർ ചോദിക്കും അനി തൗഹീദ് വ റിസാല, തൗഹീദിനെ തൊട്ടും റിസാലത്തിനെ കുറിച്ചും ചോദിക്കും. അവർ ചോദിക്കും മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക വഹുമാ ഫത്താനാൽ ഖബർ, ഇവർ 2 പേരുമാണ് ഖബറിലെ ഏറ്റവും വലിയ ഫിത്ന. ഈ ചോദ്യമാണ്. അതിന് രക്ഷപ്പെട്ടാൽ പിന്നെ ഫിത്നല്ല, അല്ലെങ്കിൽ വലിയ ഫിത്നയാണ്. ഈ ചോദ്യമാണ് മരണത്തിന് ശേഷം നമുക്ക് വരുന്ന ഒന്നാമത്തെ പ്രശ്നം. മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നേരിടേണ്ട ഏറ്റവും വലിയ പ്രോബ്ലം, ഏറ്റവും വലിയ പ്രശ്നം, പ്രതിസന്ധി, ക്രൈസിസ് ഈ പറയുന്ന ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ചാലൊന്ന് മരിച്ചു കിട്ടിയാൽ മതി. ഇനിയെന്നാ എന്ത് മരിച്ചിട്ടിട്ട് എന്താ സമാധാനം? മരിച്ചു കിട്ടിയിട്ട് കൊടുക്കാൻ പോണത്? മരിച്ചു കിട്ടിയ ഒന്നാമത്തെ ക്രൈസിസ് ഖബറിലെ ചോദ്യമാണ്. അപ്പം ഖബറിലെ അദാബിനെ കൊണ്ട് വിശ്വസിക്കുക. യുഅ്മിന ബി അദാബിൽ ഖബർ വ അന്നഹു ഹഖ്ഖുൻ, അത് സത്യമാണെന്ന് വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ ഹുക്മ അദിലാണ് അൽ ജിസ്മി വറൂഹി അലാ മാ യശാ, നമ്മുടെ ജിസ്മിൻ്റെയും റൂഹിൻ്റെയും മേലുള്ള ഈ ഹുക്മ് നീതി മാത്രമാകുന്നുവെന്ന് വിശ്വസിക്കുക. ഇതൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അവിടെ വെക്കാം. ഇനി നമുക്ക് യുഅ്മിനു ബിൽ ബഅ്സിൻ നുശൂറിൻ്റെ വിശ്വാസം, അതാണ് എടുക്കാനുള്ളത്. 33-ാം പേജിൽ അടുത്ത ക്ലാസ്സിലാക്കാം. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവരും വിഷയങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ആരും മനസ്സിലാകാത്ത പേരൊന്നും പറഞ്ഞത് കേട്ടിട്ടില്ല. അതുകൊണ്ടാണ്. എന്തെങ്കിലും വിഷയങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായി ചോദിക്കണം. അതിന് മടി കാണിക്കുകയോ മറ്റൊന്നും ചെയ്യരുത് എന്ന് പ്രത്യേകം സാന്ദർഭികമായിട്ട് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.